ഈ സർക്കാർ ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വിജിലൻസ് സർക്കാരിന് കൊടുക്കുന്ന ശുപാർശയാണ്, അത് സ്വന്തം കാലിൽ വെടിവെക്കുന്നത് തന്നെയായിരിക്കും. MP MLA വിദേശത്ത് പോയിട്ട് ഒരു പ്രൊജക്റ്റുണ്ട്, നാട്ടിലൊരു പ്രൊജക്റ്റുണ്ട്, നിങ്ങളെല്ലാവരും പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ FCRA വയലേഷനാണ്. ആ നിയമപ്രകാരം അങ്ങനെയാണ്. അത് വേണമെങ്കിൽ CBIക്ക് അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ അതൊരു ഗുരുതരമായ FCRA ചട്ടലംഘനമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഇതിൽ അത് വ്യക്തമാണ്. കാരണം ഈ പറയുന്ന ഒരു CD വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു ദൃശ്യം. സതീശൻ UK മറ്റേതൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മലയാളികളും 500 പൗണ്ട് വെച്ച് നൽകി സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗത്തിൻ്റെ ശകലം ആയിട്ട് തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സതീശനെതിരെ CBIക്ക് FCRA വയലേഷൻ കേസ് അത് അന്വേഷിക്കാം. പക്ഷെ അതൊരു വിദേശ ഫണ്ട് സ്വീകരിച്ച അത്ര ഗുരുതരമായ കുറ്റകൃത്യമൊന്നും ആവുന്നില്ല. ഒരു ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഫണ്ട് ഇവർക്ക് സതീശൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നിഷാദ്. ഇതേ ആക്ഷേപമായിരുന്നു ഈ ലൈഫ് മിഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസൻറ്റിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഫണ്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ CBI FCRA വയലേഷൻ പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിലെ അന്വേഷണം ഹൈക്കോടതിയിൽ പോയെങ്കിലും കേസിലെ അന്വേഷണം പൂർണ്ണമായിട്ടും തള്ളിയിട്ടില്ല. അന്വേഷണം ഓൺഗോയിങ് ആണ്. 2021 എടുത്ത കേസ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. അതിൽ മറ്റ് പല ഏജൻസികൾ വന്നു, CBI കൂടാതെ ED വന്നു. EDയുടെ ഇടപെടലും ഹൈക്കോടതി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ CBIയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇതിൽ FCRA വയലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിന് സംസ്ഥാന സർക്കാരിന് മറ്റ് ചില വാദങ്ങളുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ നേരിട്ടല്ല ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന് റെഡ് ക്രസൻറ്റ് വഴിയാണ് ഫണ്ട് വരുന്നത്. റെഡ് ക്രസൻറ്റ് ഒരു ക്വാസി ഗവൺമെൻറ് ഏജൻസി എന്ന് പറയാവുന്നതാണ്. UAE റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ UAE ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു NGO ആണ്. ഇവിടെ ഇതാകട്ടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം തന്നെയാണ്. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിന് ഒരു അന്താരാഷ്ട്ര NGO പണം നൽകി എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന പ്രശ്നമുണ്ട്. ഈ ഫണ്ട് എങ്ങനെ വന്നു, അതാര് ചോദിച്ചു, ആരഭ്യർത്ഥിച്ചു, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ചില ആളുകളെ തടയുന്ന നിയമമാണ് FCRA. ചില ആളുകളെ മീൻസ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങളുടെ ഉടമകൾ, കോളമിസ്റ്റുകൾ, കാർട്ടൂണിസ്റ്റുകൾ, ജനപ്രതിനിധികൾ, അങ്ങനെ കുറേ അധികം മനുഷ്യരെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് തടയുന്നുണ്ട് നിയമം. അങ്ങനെയെങ്കിൽ ഈ ലൈഫ് മിഷൻ്റെ കാര്യത്തിലും ഇത് ഇൻഡ്യൂസ് ചെയ്തതാരാണ്, സോളിസിറ്റ് ചെയ്തതാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ വരും. അത്തരം ചോദ്യങ്ങളാണ് ലൈഫ് മിഷനിൽ ഉണ്ടാകുന്നത്. ലൈഫ് മിഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഫണ്ട് ഉപയോഗിച്ചതിലെ ക്രമക്കേടുകൾ, ഫണ്ട് സ്വീകരിച്ചതിലെ പ്രൊസീജിയറിലെ ക്രമക്കേടുകൾ തുടങ്ങി അഴിമതി വരെ അതിൽ അന്വേഷിക്കുന്ന ഒരു CBI. ED വരുന്നതും കള്ളപ്പണം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വരുന്നത്. അതിൽ സന്തോഷ് ഈപ്പൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയൊക്കെ സ്വത്തുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട് ED. EDയുടെ കേസ് വേറെ, CBI അതിൽ അഴിമതി ആണെങ്കിലും ഈ പറഞ്ഞ FCRA വയലേഷനാണ് CBI അന്വേഷിക്കുന്നത്. എങ്കിൽ ഈ സർക്കാർ ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വിജിലൻസ് സർക്കാരിന് കൊടുക്കുന്ന ശുപാർശയാണ്, അത് സ്വന്തം കാലിൽ വെടിവെക്കുന്നത് തന്നെയായിരിക്കും.